വളരെ വിശാലമായ രീതിയിലാണ് ഈ ഹൈക്കമാൻഡ് ഈ സംവിധാനത്തെ മൊത്തത്തിൽ കാണുന്നത് എന്നുള്ളതാണ്. ഹൈക്കമാൻഡ് ചെയ്തതിൽ ഇതുവരെ ഒരു പിഴവ് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത 63 MLA-മാരുടെ അഭിപ്രായം തേടുന്നു. അതിൻ്റെ അകത്ത് സത്യസന്ധമായി ഞാനൊരു കാര്യം പറയാം. ഏറ്റവും കുറഞ്ഞത് 40-ലധികം, ഏറ്റവും കുറഞ്ഞത് ഞാൻ പറയാം 40-ലധികം തുടങ്ങി 48 വരെയുള്ള MLA-മാരുടെ അനുകൂല നിലപാട് KCക്ക് അനുകൂലമാണ്. 10-ൽ താഴെയാണ് ഈ രമേശ് ചെന്നിത്തലയുടെയും VD സതീശിൻ്റെയും അനുകൂല നിലപാടെന്നുള്ളത്. 10-ൽ താഴെ. 63 അല്ലേ മൊത്തത്തിലുള്ളൂ, അതിൽ കൂടുതലില്ലല്ലോ. ഞാൻ വെല്ലുവിളിക്കാം, ഇതിൽ നിങ്ങൾ 10 എണ്ണത്തിൽ കൂടുതൽ നമ്പർ മുന്നോട്ട് വെക്ക്. നമ്പർ മുന്നോട്ട് വെക്കുമ്പോൾ കഥകൾ പുറത്തേക്ക് വരുന്നത് കാണാം. ഒരു MLA-മാരില്ല, എന്താണ് പിന്തുണയില്ല എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, KM മുരളീധരനും VS സുധീരനും മാത്രമാണ് VD സതീശൻ്റെ കൂടെയുള്ളത്. അതിൻ്റെ അകത്ത് VS സുധീരൻ രമേശ് ചെന്നിത്തലേൻ്റെ കൂടെയും VD സതീശൻ്റെയും കൂടെയാണ്. ബാക്കിയുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ, MM ഹസൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സണ്ണി ജോസഫ്, ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ബെന്നി ബെഹനാൻ, അടൂർ പ്രകാശ്, K സുധാകരൻ, ഇവരെല്ലാം ആരുടെ കൂടിയാണ്? ഇവരെല്ലാം KC വേണുഗോപാലിൻ്റെ കൂടെയാണ്. ഈ നേതാക്കന്മാരല്ല. കേരളത്തിലെ മുഴുവൻ DCC പ്രസിഡന്റ് 80% വരുന്ന DCC പ്രസിഡന്റ് ആരുടെ കൂടിയാണ്? ഈ പറയുന്ന KC വേണുഗോപാലിൻ്റെയാണ്. കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും, കേരളത്തിലെ ഒരു 90% തമ്മിലുള്ള DCC പ്രസിഡന്റുമാരും, കേരളത്തിലെ ഒരു 80% പറഞ്ഞ MLA-മാരും ഒരു നേതാവിനെ പിന്തുണയ്ക്കുമ്പോൾ ആ നേതാവിൻ്റെ ഒപ്പം അനുകൂലമായി ഈ പറയുന്ന ഹൈക്കമാൻഡ് തീരുമാനം എടുത്തില്ലെങ്കിൽ പിന്നെ എന്ത് ഹൈക്കമാൻഡാണ്? പിന്നെ എന്താണ് സംഭവിക്കുന്നത്? കേരളത്തിൽ പോസ്റ്റർ ഒട്ടിക്കുന്നവനും പോസ്റ്റർ വലിച്ചു കീറുന്നവനും ഈ പറയുന്ന ആൾക്കാരെ വിട്ട് ഫ്ലെക്സ് അടിച്ച് ലോറിയിൽ ഇറക്കി കൊടുക്കുന്നവരും എടുക്കുന്ന തീരുമാനത്തിന് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുന്നത് പിന്നെ എന്ത് ഹൈക്കമാൻഡാണ്? അതിന് തീരുമാനം എടുത്താൽ നാളെ രാവിലെ ഒരാൾക്ക് മന്ത്രിയാവണമെന്ന് വിചാരിച്ചാൽ ഒരു 250 ആൾക്കാരെ വെച്ചിട്ട് 4 സ്ഥലത്ത് യോഗം ചേർത്താൽ പോരെ? 4 സ്ഥലത്ത് മുദ്രാവാക്യം വിളിച്ചാൽ പോരെ? അവൻ മന്ത്രിയാവുമല്ലോ. ആ നിലപാടനുസരിച്ച് നിൽക്കുക എന്ന് പറയുന്നത് ഞാൻ പറയും. ഇന്നലെ വരെ KC വേണുഗോപാലിനെയും ഇന്നലെ വരെ ഷാഫി പറമ്പിലിനെയും ഈ പറയുന്ന പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരെയും പൊക്കി മുദ്രാവാക്യം വിളിച്ച ആൾക്കാർ പറയുക നിന്നെ ഞങ്ങൾ നാളെ തോൽപ്പിക്കും എന്ന് പറയുന്ന നേതാക്കന്മാരാണോ ഈ പറയുന്ന സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നത്? ആ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവർക്ക് ഇതിൻ്റെ ഉള്ളിൽ വർഗീയ ശക്തിയിൽ കയറിയിട്ടുണ്ടെന്ന് ആലോചിച്ചാൽ മതി. ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? നിങ്ങൾക്ക് എത്ര ആൾക്കാരെ വേണമെങ്കിലും ഇറക്കാം, 500 ആൾക്കാരെയോ 1000 ആൾക്കാരെയോ ഇറക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു കാര്യമില്ല. സ്മൃതി മാഡം ഒന്നും സംഭവിച്ചിട്ടില്ല. എന്താണ് നിലപാട് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നമ്മൾക്ക് എന്തൊരു സംവിധാനം അത്രേ ഉള്ളൂ. നിലപാട് എന്ന് പറയുന്ന സംവിധാനം കാണുമ്പോൾ സമയത്ത് മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല. ഞാൻ കാണുന്ന സാധനം നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ടുണ്ട്. അതിന് സംഘിച്ചാപ്പ കുത്തി ഇല്ലെങ്കിൽ ഇല്ല, അത്ര തന്നെ. മനസ്സിലായില്ലേ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലബാറിൽ നിന്ന് മാത്രമേ തീരുമാനിച്ചാൽ മാത്രമേ നിലപാട് സ്വീകരിക്കുള്ളൂ എന്നുള്ളത്. അപ്പം സെൻട്രൽ തിരുവിതാംകൂറും അതുപോലെ തന്നെ തിരുവനന്തപുരം ഭാഗമൊന്നും ഈ പറഞ്ഞ കേരളത്തിൻ്റെ ഭാഗമല്ലേ? ഇവിടുന്നാണോ തീരുമാനിക്കേണ്ടത്? അങ്ങനെ നിലപാടുണ്ടോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം?